കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എഴുതി ചെടിയാ വളരേണമേ യഹോവേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എഴുതി ചെടിയാ വളരേണമേ യഹോവേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതജാഗരണം നൽകിയിരിക്കുന്നത് പടിയിറങ്ങുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ആപ്തവാക്യമായി നൽകിയിരിക്കുന്നത് സദർശവാക്യം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനി ആകുകയില്ല. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിൽ സ്വിറ്റ്സർലാൻഡിലുള്ളതായ ഒരു കൊടുമുടിയെക്കുറിച്ച് രചയിതാവ് എടുത്തു പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഏതാണ്ട് 11,674 പടികളുള്ളതായ ഒരു കൊടുമുടിയിൽ അതിൽ എത്തിച്ചേരണമെങ്കിൽ ഈ പടികൾ എല്ലാം തന്നെ ആ മലയുടെ ചരിവിലാകുന്നു സ്ഥാപിതമായിരിക്കുന്നത്. വളരെ ദുർഘടമായിരിക്കുന്നതായ സാഹചര്യങ്ങൾ കൂടെ മാത്രമേ അത് പടി കടന്ന് മുകളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 1910 സർക്കാർ ഫ്യൂണിക്കുലർ റെയിൽ പാത നിർമ്മിച്ച് സന്ദർശകരെ സുരക്ഷിതമായി ഈ കൊടുമുടിയുടെ മുകളിൽ എത്തിക്കുവാനുള്ളതായ പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് 7,700 അടി ഉയരമുള്ളതാകുന്നു ഈ മൗണ്ട് നേസൻ എന്ന് പറയുന്നതായ അതിമനോഹരമായിരിക്കുന്നതായ കൊടുമുടി. അനേക ചിത്രകാരന്മാർ ഈ കൊടുമുടിയെ അവിടെ ക്യാൻവാസിൽ പകർത്തുവാൻ തന്നെ അവർ മത്സരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും വളരെ സന്തോഷവും പ്രത്യാശയും പ്രയത്നമുള്ളതായ കാര്യം തന്നെയാകുന്നു. എന്നാൽ അതുപോലെ തന്നെ അനേകമായ പടികളിലൂടെ താഴേക്ക് നിബദിക്കുന്നതായ ഒരു ജനസമൂഹത്തെക്കുറിച്ച് നാം അറിയേണ്ടിയിരിക്കുന്നുണ്ട്. ഈ നാളുകളിൽ ജനങ്ങൾ ആ പടികളിലൂടെ താഴേക്ക് നിബദിച്ച് അന്ധകാരത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അവരെന്ത് ചെയ്യുന്നു പതിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തവും വിധവുമായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ജീവിതത്തെ നശിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മയക്കുമരുന്ന്, മദ്യപാനം അവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ഒപ്പം തന്നെ അവിടേതായ ആത്മീയ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നു, കുടുംബജീവിതങ്ങളെ ശിഥിലമാകുന്നു, അവരുടെ സമ്പത്തുകളെ നശിപ്പിക്കുന്നു, അവർ രോഗികളായി മാറപ്പെടുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവചനം ഇങ്ങനെ പ്രതിപാദിക്കുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും യുവാക്കൾ തിരഞ്ഞെടുക്കുന്നതായ മാർഗം എന്ന് പറയപ്പെടുന്നത് വളരെ ദുർഘടമാകുന്നു. അവിടുത്തെ ജീവിതങ്ങൾ ചെന്നെത്തുന്നത് അനാഥാലയങ്ങൾ എന്നല്ല പറയപ്പെടുന്നത്, ഫലപ്രമായി ആൻറ്റി നർക്കോട്ടിക് ആയതുപോലെ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ നമ്മുടെ യുവാക്കൾ പോയി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ലഹരി പാനീയങ്ങൾ ബൈബിൾ നിഷിദ്ധമായി വർജിക്കുവാൻ പറയുന്നത് കാണാൻ സാധിക്കുന്നു. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി ജീവിക്കുക. വീഞ്ഞ് മദ്യം നാം കുടിക്കരുത്. അത് നമ്മെ മത്തുപിടിപ്പിച്ചിട്ട് കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ എല്ലാം കലഹങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ അത് കാർന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആയതുപോലെ പറയപ്പെടുന്നത് പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദരായി നടക്കുക, വെറിക്കൂത്തിലും മദ്യപാനങ്ങളിലും നാം ആയിപ്പോകരുത്, അടിമപ്പെട്ടു പോകരുത്. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പ്രതിപാദിക്കുന്നു. ആയതുപോലെ തന്നെ കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും വിഗ്രഹ ആരാധനയിലും നടന്ന് ജാതികളെ പോലെ തന്നിഷ്ടത്തിൽ പ്രവർത്തിച്ച് ജീവിതം നശിച്ചു പോകാതെ സൂക്ഷിക്കുക. 1 പത്രോസ് 4:3 നമ്മളെ പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിലുടനീളം നാം നശിച്ചു പോകാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കാതെ, ദൈവികമായിരിക്കുന്ന ചിന്തകൾ ആയിരുന്നു കൊണ്ട്, ദൈവം നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ദീർഘായുസ്സോടുകൂടെ ആയുർവാരോഗ്യത്തോടും ജീവിച്ചുകൊണ്ട് നിത്യതയിൽ പ്രവേശിക്കുവാൻ നിങ്ങളെ തന്നെ കരുതുക എന്ന് ദൈവത്തിന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും 3-ാം ലോക രാഷ്ട്രങ്ങളിൽ അതിസമ്പന്നമായി എന്ന് വിശേഷിപ്പിക്കുന്നതായ അമേരിക്കയിൽ പോലും
ആശുപത്രി കിടക്കകൾ 40% കിടക്കകളും മദ്യപാനത്താൽ രോഗികളായി ചികിത്സയ്ക്ക് വന്നവരെ കാണുവാൻ സാധിക്കുന്നു. പ്രതിവർഷം 88,000 പേർ മദ്യപാനത്താൽ മരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ച് ഈ വിപത്തുകളെ മനസ്സിലാക്കുക. നിങ്ങൾ അവബോധമുള്ളവരായിരിക്കുക, മറ്റുള്ളവരെയും ബോധവാന്മാരാക്കുക. ദൈവം നൽകിയിരിക്കുന്ന ജീവിതം മദ്യത്തിനും മയക്കുമരുന്നിനും നശിപ്പിച്ച് കളയാതെ സന്തോഷത്തോടും സമാധാനം ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം നൽകിയ വചനത്തിന് സ്തോത്രം. കർത്താവേ, ഈ കാലഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു ലഹരികൾക്കും അടിമകളായി നശിച്ചുപോകാതെ ദൈവം നൽകിയിരിക്കുന്നതായ ഈ സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ദീർഘായുസ്സോടെ ജീവിച്ച് നിത്യതയിൽ പ്രവേശിക്കുവാൻ അവിടുത്തെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെതായ മന്ദിരമാകുന്നു അവരുടെ ശരീരം, അത് നശിപ്പിക്കുന്നവനെ ദൈവം വെറുതെ വിടുകയില്ല എന്നുള്ള തിരിച്ചറിവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ സമം ജീവിക്കുവാൻ ആത്മാവിനാൽ അവിടെ നയിക്കപ്പെടുമാറാകണം. മാനോമത്വവും സ്വീകരിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.